പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആശ്വാസകരമായ വാർത്ത. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഡിഐജി കാർത്തിക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം പണം വി ഡി സതീശന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കില്ല എന്ന് വിജിലൻസ് തന്നെ വ്യക്തമാക്കുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, വിജിലൻസിന്റെ കേസ് നിലനിൽക്കില്ല, അപ്പോഴാണ് വിജിലൻസ് നേരത്തെ നൽകിയ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. അതൊരു വർഷം മുൻപ് നൽകിയ ശുപാർശയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിധിയിലേക്ക് ആ റിപ്പോർട്ട് വരികയാണ്. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ ശ്രദ്ധയോടെ ആളുകൾ കാണുകയാണല്ലോ. പ്രത്യേകിച്ചും ഇലക്ഷൻ എടുത്ത സമയത്ത് ഒരു രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തെ വേട്ടയാടാൻ ഇത് ഉപയോഗിക്കുന്നു, ഇലക്ഷൻ സ്റ്റണ്ടാണ് തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇതിന് ഉറപ്പായിട്ടും ഇതിന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പുതിയ ഉത്തരവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്, ഇതിലൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അതിന് മറുപടി നൽകേണ്ടത് വിജിലൻസ് തന്നെയാണ്. അതായത് ആദ്യം ഈ ഘട്ടത്തിന്റെ അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നു, പിന്നീട് ഡീറ്റെയിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നു, പലതരത്തിൽ റിപ്പോർട്ടുകൾ സർക്കാരിന് മുൻപിലേക്ക് വരുന്നു. അപ്പോഴൊന്നും, അതായത് നിയമസഭയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വിഷയം ചർച്ചയാകുന്ന ഘട്ടത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ വി ഡി സതീശനെതിരെ തെളിവുണ്ട് എന്ന തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു വർഷം മുൻപ് സർക്കാരിന് മുൻപിലേക്ക് വന്ന ഒരു റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിൽ പറയുന്ന FCRA നിയമലംഘനമാണ്, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണവും നിയമസഭാ സ്പീക്കർക്ക് നിയമസഭ സാമാജിക രീതിയിലുള്ള നടപടികൾക്കും വിജിലൻസ് ശുപാർശ ചെയ്തു. എന്നാൽ 2025 സെപ്റ്റംബർ 19-ാം തീയതി K. കാർത്തിക് IPS കൊടുത്ത, അതായത് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയിട്ടുള്ള കത്തിൽ പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം, അത് അഴിമതി നിരോധന നിയമത്തിലെ 7A എന്നീ 2 വകുപ്പുകളാണ്, പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ലോകായുക്തയിലടക്കം അതിന്റെ സാധ്യതകളെ കുറിച്ച് മുൻപ് പലതരത്തിൽ വിവാദമുണ്ടായതാണ്. ലാവ്ലിൻ കേസിന്റെ സമയത്തടക്കം ഈ വിഷയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്നത്തെ കണ്ടെത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് FCRA, അതായത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വി ഡി സതീശന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു കണ്ടെത്തൽ വിജിലൻസ് നടത്തിയിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ വീണ്ടും ഇത് CBI അന്വേഷണത്തിൽ അല്ലെങ്കിൽ CBI അന്വേഷണം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങാനുള്ള കാരണം? അതിനുള്ള കൃത്യമായ ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്, ഇടതുപക്ഷത്തിന് സർക്കാരിനേറ്റ വളരെ പ്രധാനപ്പെട്ട വലിയ തിരിച്ചടിയുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന നീക്കങ്ങളിൽ നിന്ന് ഒരേ സ്വരത്തിൽ വയനാട് വെച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അതിനെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് നിന്ന് പിരിച്ച പണം അത് വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് എത്തി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല. രണ്ടാമത്തേതാകട്ടെ, അദ്ദേഹം അതിനുശേഷം വിദേശയാത്രയ്ക്ക് ശേഷം സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ള കാര്യം പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ലാത്തതിന് അതിനകത്ത് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മണപ്പാട്ട് ഫൗണ്ടേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയത്. അതിലേതെങ്കിലും തരത്തിൽ സതീശന്റെ ഇടപാടുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും വിജിലൻസ് തന്നെ പറയുന്നുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ ഏത് സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് പന്തുള്ളത്. മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അത് നിർണായകമായി മാറുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ CBI അന്വേഷണം നീക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാപനം, ഒരു ഉത്തരവിറങ്ങുക എന്നുള്ളതാണ്. അതിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വീണ്ടും വഴിവെക്കും. അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ വിശദീകരണം അത് സർക്കാരിനും CPM-നും LDF-നും അതാണ് ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വിജിലൻസും സർക്കാരും നൽകേണ്ടതുണ്ട്. എന്തായാലും അഴിമതി നിരോധന നിയമപ്രകാരം ഈ കേസ് നിലനിൽക്കില്ല എന്ന് വിജിലൻസ് തന്നെ പറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.